അങ്ങനെ കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ആസിഡിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബേസസ് ആണ്. ഓക്കെ, അപ്പോൾ ആസിഡിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആളാണ് ബേസ്. ഓക്കെ, സോ ബേസ് എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ. ഓക്കെ, അപ്പോൾ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ കളറാക്കുന്ന ആൾക്കാരാണ് ബേസസ്. ആസിഡ് എന്തായിരുന്നു? യെസ്, റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കുന്നവർ ബേസ്, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്നവർ ആസിഡ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ് നോക്കാനുണ്ട്. ജനറൽ പ്രോപ്പർട്ടീസ് എന്താണ്? ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ. ഓക്കെ, അപ്പോൾ ഇവരെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ മുക്കി വെച്ചാൽ ആസിഡിൽ അത് റെഡായി, ബട്ട് ബേസിൽ ബ്ലൂ ലിറ്റ്മസ് മുക്കി വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവുകയും ചെയ്യും. പിന്നെ ഇവരുടെ ടേസ്റ്റ് ബിറ്റർ ടേസ്റ്റാണ്, കയ്പ്പ് രുചിയാണ്. പിന്നെ സ്ലിപ്പറി ഫീലാണ്, നമ്മുടെ സോപ്പി ടു ടച്ച്. നമ്മുടെ സോപ്പിലൊക്കെ ബേസസ് ഉണ്ടല്ലോ, സോ ഇവരെ ഒരു സ്ലിപ്പറി, ഒരു സോപ്പി ടച്ചാണ് ഇവർക്കുണ്ടാവുക. ഇനി ഈ ബേസസിൻ്റെ ഫോർമേഷൻ ഒന്ന് രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. അതായത് മെഗ്നീഷ്യം റിബൺ ബേൺസ് ടു ഫോം വൈറ്റ് പൗഡർ. ഈ മെഗ്നീഷ്യം റിബണിനെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ വൈറ്റ് പൗഡർ ഉണ്ടാവുക. ഈ വൈറ്റ് പൗഡർ എടുത്തിട്ട് നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, MgOH2. ഇതൊരു ബേസിക് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അതുപോലെ തന്നെ ക്വിക്ക് ലൈൻ, അതിൻ്റെ ഒരു ഇക്വേഷനാണ് MgO + H2O gives MgOH2, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇനി ക്വിക്ക് ലൈൻ കാൽഷ്യം ഓക്സൈഡാണ്. ക്വിക്ക് ലൈൻ എന്ന് കേൾക്കുമ്പോൾ കാൽഷ്യം ഓക്സൈഡ്. ഈ ക്വിക്ക് ലൈൻ റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? ബേസിക് ആണ്. CaO + H2O gives CaOH2. അപ്പോൾ ഈ മെഗ്നീഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, ദീസ് ആർ മെറ്റൽ ഓക്സൈഡ്സ് ജനറലി ഷോ ബേസിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ അത് നോട്ട് ചെയ്യണം. മെറ്റൽ ഓക്സൈഡ്സ് ജനറലി ഷോ ബേസിക് പ്രോപ്പർട്ടീസ്. ഈ ബേസസ് എന്ന് കേൾക്കുന്ന പോലെ തന്നെ നമ്മൾ ബേസ് ഓർ ആൽക്കലി എന്നൊക്കെ, ആൽക്കലീസ് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കും. അപ്പോൾ എന്താ ഈ ആൽക്കലി? ബേസസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ. അപ്പോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽക്കലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോക്സൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടും. ഓക്കെ, ആസിഡിൽ നമ്മൾ എന്താ പഠിച്ചത്? H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നവരാണ് ആസിഡ്. OH- അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ അക്വ സൊല്യൂഷനിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നവരാരോ അവരാണ് ബേസസ് ഓർ ആൽക്കലീസ്. വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന ബേസസ് ആണ് ആൽക്കലീസ്. അവർ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹൈഡ്രോക്സൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടും. ഓക്കെ, ഇപ്പോൾ NaOH ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ NaOH വാട്ടറിലെത്തുമ്പോൾ Na+ഉം OH- ആയിട്ട് മാറും. ഓക്കെ, പിന്നെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം 2++, 2OH-, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് K++ OH-. ഇവരെല്ലാവരും എന്താണ്? ആൽക്കലീസിന് എക്സാമ്പിളാണ്. ദെൻ FeOH3 and MgOH2 are bases that not alkalis because insoluble in water. ഓക്കെ, ഇപ്പോൾ അയണും മെഗ്നീഷ്യം ഇവരുടെ ഹൈഡ്രോക്സൈഡ്സ് എന്താണ്? ബേസാണ്, ബട്ട് ദേ ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. ഓക്കെ, അതുകൊണ്ട് അവരെന്തല്ല? ആൽക്കലീസ് അല്ല. അപ്പോൾ എല്ലാ ആൽക്കലീസും ബേസസ് ആണ്, ബട്ട് എല്ലാ ബേസസും എന്തല്ല? ആൽക്കലീസ് അല്ല. ഓക്കെ, ഇനി കുറച്ച് നമ്മുടെ ബേസസിന് നമുക്ക് പരിചയപ്പെടാം. കാസ്റ്റിക് സോഡ, അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? NaOH. കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം NaOH ആണ്. മിൽക്ക് ഓഫ് ലൈം, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് പൊട്ടാഷ് ആവുമ്പോൾ അത് KOH ആണ്. കോസ്റ്റിക് സോഡ ഈസ് NaOH. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആസിഡിക് നേച്ചറും മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് നേച്ചറും കാണിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഇതിൽ രണ്ടിലും പെടുന്ന ഒരാൾക്കാരുണ്ട്, ആംഫോട്ടറിക് ഓക്സൈഡ്സ്. Oxides that have both acidic and basic properties
ആൻഡ് ക്യാൻ റിയാക്ട് വിത്ത് ബോത്ത് ആസിഡ്സ് ആൻഡ് ബേസസ്. അവരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ അസിഡിക് പ്രോപ്പർട്ടിയും കാണിക്കും, ബേസിക് പ്രോപ്പർട്ടിയും കാണിക്കും. ഇവർ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും, ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെയുള്ള രണ്ടാൾക്കാരാണ് Al2O3 ആൻഡ് ZnO. സിങ്കിൻ്റെയും അലുമിനിയത്തിൻ്റെയും ഓക്സൈഡ്സ് എന്താണ്? ആംഫോട്ടറിക് ആണ്. ഇപ്പോൾ നമ്മൾ അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്ന ഓക്സൈഡ്സിനെ പഠിച്ചു, ബേസിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഓക്സൈഡ്സിനെ കുറിച്ച് പഠിച്ചു, 2 പ്രോപ്പർട്ടിയും കാണിക്കുന്ന ഓക്സൈഡ്സിനെ കുറിച്ച് പഠിച്ചു, ദാറ്റ് ഇസ് ആംഫോട്ടറിക്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂട്രൽ ആയിട്ടുള്ളവരാണ്, ഒരു പ്രോപ്പർട്ടിയും കാണിക്കാത്തവർ. ദേ ആർ നെയ്തർ അസിഡിക് നോർ ബേസിക്. അവരാണ് CONO. ഓക്കെ, കാർബൺ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും NO, നൈട്രജൻ്റെയും കാർബണിൻ്റെയും മോണോക്സൈഡ്സ് ആണ്. ഓരോ ഓക്സിജൻസേ അവർക്കുള്ളൂ. നമുക്ക് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. എ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് ആൻ ആസിഡ് ആൻഡ് ബേസ് റിയാക്ട് ആൻഡ് ലോസ് ദിയർ പ്രോപ്പർട്ടീസ് ടു ഫോം വാട്ടർ, സോൾട്ട്. അതായത് ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്യുന്നു, എന്നിട്ട് വാട്ടറും സോൾട്ടും ഉണ്ടാകുന്നു. ഇവർക്ക് അസിഡിക് നേച്ചറും ഉണ്ടാവില്ല, ബേസിക് നേച്ചറും ഉണ്ടാവില്ല, വാട്ടറും സോൾട്ടും ആണ് ഉണ്ടാവുക. ഓക്കെ, സോ HCl എന്ന് പറയുന്നത് ഒരു ആസിഡാണല്ലോ. ആ ഒരു ആസിഡും NaOH എന്ന് പറയുന്ന ബേസിനെ നമ്മളെടുത്തു. HCl കോൺസെൻട്രേറ്റഡ് അല്ലേ, ഡയല്യൂട്ടാണ്. കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതായത് അതിൽ വെള്ളമൊന്നും ചേർക്കാത്ത ആസിഡിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് എന്ന് പറയാം. ഓക്കെ, ഡയല്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഓരോ പെർസെൻറ്റേജുകളുണ്ട് ഡയല്യൂട്ടിന്. ഇപ്പോൾ നമുക്ക് 60%, 40%, 100% ആണ് നമ്മൾ ഈ കോൺസെൻട്രേറ്റഡ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു 98% അവരൊക്കെയാണ് കോൺസെൻട്രേറ്റഡ് എന്നുള്ള കാറ്റഗറിയിൽ വരിക. ഇതൊക്കെ ഡയല്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ വാട്ടറായിട്ട് മിക്സ് ചെയ്യും. സോ HClഉം NaOHഉം റിയാക്ട് ചെയ്തിട്ട് NaCl, നമുക്ക് പരിചയമുണ്ടല്ലോ, NaClഉം H2O ഉണ്ടാവും. ഓക്കെ, ഒരു സോൾട്ടും വാട്ടറുമാണ് ഉണ്ടാവുക. ഈ റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രൽ ആവുക, ആസിഡും ബേസും റിയാക്ട് ചെയ്തിട്ട് സോൾട്ടും വാട്ടറും ഉണ്ടാവുക. ഈ സോൾട്ടിന് എന്തുണ്ടാവില്ല? അസിഡിക് നേച്ചറും ഉണ്ടാവില്ല, ബേസിക് നേച്ചറും ഉണ്ടാവില്ല. ഓക്കെ, ഇത് നമുക്കൊരു എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കുറച്ചും കൂടെ ഹയർ ക്ലാസ്സിലെത്തുന്ന സമയത്ത് നമുക്ക് ലാബിലൊക്കെ മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബ്യൂററ്റും ഒരു പിപ്പറ്റും ഒരു കോണിക്കൽ ഫ്ലാസ്കും സ്റ്റാൻഡേർഡ് ഫ്ലാസ്കും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ടൈട്രേഷൻ പ്രോസസ്സ് നമ്മുടെ ടെക്സ്റ്റിൽ അതിന് ചെറിയൊരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, ബട്ട് ഡീറ്റെയിൽ ആയിട്ട് ടൈട്രേഷൻ എന്താണെന്നൊന്നും പറയുന്നില്ല. മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ടൈട്രേഷനിൽ നമുക്ക് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ്. അതിന് നമുക്ക് എടുക്കാം HClഉം NaOHഉം. രണ്ടും ഡയല്യൂട്ടാണ്. ഡയല്യൂട്ട് HClൻ്റെയും ഡയല്യൂട്ട് NaOHൻ്റെയും ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുക ഒറ്റ പോയിന്റിലാവും. അത് കംപ്ലീറ്റ് ആയിട്ട് HClഉം NaOHഉം ന്യൂട്രൽ ആവുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് കണ്ടുപിടിക്കലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് എൻഡ് പോയിന്റ് എന്നൊക്കെ പറയും. അത് കണ്ടുപിടിക്കലാണ് നമ്മൾ നോർമലി ചെയ്യുക ലാബിൽ എക്സ്പെരിമെൻ്റ് ആകുമ്പോൾ. ഇപ്പം നമുക്ക് ഇത് ജസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, 50 ml ഡയല്യൂട്ട് HCl നമ്മൾ ബ്യൂററ്റിലും 20 ml ഡയല്യൂട്ട് NaOH പിപ്പറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു കോണിക്കൽ ഫ്ലാസ്കിലോട്ടും ട്രാൻസ്ഫർ ചെയ്യും. നമ്മുടെ ടെക്സ്റ്റിലുള്ള ആ ഒരു പിക്ചറിലുള്ള ആ നീണ്ട കോലു ആണ് ബ്യൂററ്റ്, കോണിക്കൽ ഫ്ലാസ്ക് താഴെ കാണുന്നത്. ഈ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് നമ്മൾ 1 or 2 drops ഓഫ് ഫിനോഫ്തലീൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫിനോഫ്തലീൻ എന്നുള്ള പേര്? ഈ ഫിനോഫ്തലീൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, ഈ ഫിനോഫ്തലീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ബേസിക് സൊല്യൂഷൻ ആവുന്ന സമയത്ത് അത് പിങ്ക് കളറിലാവും ഉണ്ടാവുക. അസിഡിക് സൊല്യൂഷനിൽ അതിന് കളർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോൾ ഫിനോഫ്തലീൻ ഒറ്റിക്കുന്ന സമയത്ത് പിങ്ക് കളർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ സൊല്യൂഷൻ ബേസിക് ആണ്. ഫിനോഫ്തലീൻ ഒറ്റിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം അത് ആസിഡ് ആണെന്ന്. അപ്പോൾ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിലുള്ള NaOHലോട്ടാണ് എന്ത് ആഡ് ചെയ്യുന്നത്? 2-3 തുള്ളി ഫിനോഫ്തലീൻ ആഡ് ചെയ്യുന്നത്. ഒരുപാട് ആവരുത് കേട്ടോ, 1-2 ഡ്രോപ്പ് തന്നെ ധാരാളം. കൂടുതലായാൽ അത് ചെറിയ വാല്യൂസിലൊക്കെ മാറ്റങ്ങൾ വരും. സോ ഫിനോഫ്തലീൻ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഒബ്വിയസ്ലി സോഡിയം ഹൈഡ്രോക്സൈഡ് ബീയിങ് എ ബേസിക് ഇറ്റ് വിൽ ഷോ പിങ്ക് കളർ. ഓക്കെ, ഇനി നമ്മൾ ഈ സൊല്യൂഷൻ
ഫിനോഫ്തലീനൊക്കെ ഉറ്റിച്ചിട്ടുള്ള സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യും, പിങ്ക് കളറുള്ള സൊല്യൂഷനെ നമ്മൾ ഇനി അതിലോട്ട് HCl ആഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഈ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നമുക്കും കുറേ ആവശ്യങ്ങളുണ്ടതുകൊണ്ട് ഓക്കെ, എവറി ഡേ ഇമ്പോർട്ടൻസ്. ആൻറ്റാസിഡ്സ് കേട്ടിട്ടുണ്ടോ? ഈ മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, മിൽക്ക് ഓഫ് മാഗ്നീഷ്യം എന്നൊക്കെ പറയുന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ട്. ഇത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള എക്സസീവ് ആയിട്ടുള്ള ആസിഡിറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ് ആണ്. ഓക്കെ, നമുക്ക് ഈ അസിഡിറ്റി ഉണ്ടെങ്കിൽ ഒരു നെഞ്ചരിച്ചിലും ഇൻഡൈജഷനും, അതായത് ദഹനത്തിനും പ്രോബ്ലം വരും, നെഞ്ചരിച്ചിൽ, ഹാർട്ട് ബേൺ വരും. അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മിൽക്ക് ഓഫ് മഗ്നീഷ്യ അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെയുള്ള മെഡിസിൻസ് കുടിക്കും. അപ്പോൾ അവരെന്താണ്, ആൽക്കലി അല്ലേ, അപ്പോൾ അവർ സ്റ്റൊമക്കിൽ എന്തായാലും HCl ഉണ്ടാക്കുന്നുണ്ടല്ലോ. സോ ആ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് ന്യൂട്രലൈസേഷൻ നടക്കും. ആസിഡിറ്റി ഇഷ്യൂ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സോയിൽ pH അഡ്ജസ്റ്റ്മെൻറ്റ്. നമ്മുടെ മണ്ണ് നമുക്ക് ഇടയ്ക്ക് പരിശോധിക്കണം എന്നൊക്കെ പറയും. ഓക്കെ, സോ ഈ സോയിലിൽ അസിഡിറ്റി ഉള്ള സോയിലുണ്ടാവും. ചില സോയിലിൽ അസിഡിറ്റി, അമ്ലം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട്, മണ്ണിൽ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലേക്കഡ് ലൈം ആഡ് ചെയ്യും. ആൻഡ് അസിഡിക് സബ്സ്റ്റൻസ് ലൈക്ക് അമോണിയം സൾഫേറ്റ് ആർ ആഡഡ് ടു ബേസിക് സോയിൽ ടു റെഡ്യൂസ് ബേസിസിറ്റി. അപ്പോൾ ബേസിസിറ്റി കൂടുതലാണ്, ക്ഷാര സ്വഭാവമുള്ള മണ്ണാണെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്യുക, അമോണിയം സൾഫേറ്റ് പോലെയുള്ളത് ആഡ് ചെയ്യും. ഈ അസിഡിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ സ്ലേക്കഡ് ലൈമും ആഡ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കും. മണ്ണ് കൂടുതൽ അസിഡിക്കും ആവില്ല, കൂടുതൽ ബേസിക്കും ആവില്ല, ഒരു ന്യൂട്രൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് pH വാല്യൂ ആണ്. ഓക്കെ, pH നിങ്ങൾ പലപ്പോഴായിട്ടും കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് pH എന്ന് പറയുന്നത്. അപ്പോൾ pH എന്താണ്, നമ്മൾ pH എഴുതുമ്പോൾ സ്മോൾ പിയും ക്യാപിറ്റൽ എച്ചും ആയിട്ട് എഴുതുക കേട്ടോ. ഓക്കെ, സോ രണ്ടും ക്യാപിറ്റലായിട്ടല്ല, പി സ്മോളും എച്ച് ക്യാപിറ്റലും. സോ pH scale developed by Danish scientist Sorensen to determine the degree of acidic or basic nature of substances based on the concentration of H+ ions. അപ്പോൾ ഈ H+ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിസിറ്റിയും അസിഡിറ്റിയും ഒക്കെ പറയുക. ഓക്കെ, സോ pH സ്കെയിൽ എന്ന് പറയുന്നത് 1 to 14, 1 മുതൽ 14 വരെ ഉള്ളതാണ് നമ്മുടെ pH സ്കെയിൽ. അപ്പോൾ നമുക്കൊക്കെ ഇല്ലേ നോർമൽ സ്കെയിൽ 1 to 15 പോലെ, അതേപോലെ ഒരു pH സ്കെയിൽ ഉണ്ടാവും. അതിൽ 1 to 14 ആണ്. അതിൽ pH = 7. pH 7 ആകുമ്പോൾ അത് ന്യൂട്രൽ സൊല്യൂഷനാണ്. നമ്മുടെ വാട്ടർ, നോർമലായിട്ടുള്ള കോമൺ സാൾട്ട് സൊല്യൂഷൻസ് ഒക്കെ ഇല്ലേ, സോൾട്ട് എങ്ങനെ ഉണ്ടാകുന്ന ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന സോൾട്ട് ഇല്ലേ, ആ സോൾട്ടൊക്കെ ഒരു പരിധിവരെ എന്തായിരിക്കും, ന്യൂട്രൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അതിനിപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയാലൊക്കെ ന്യൂട്രൽ ആയിരിക്കും. ദെൻ പ്യുവർ വാട്ടർ. ദെൻ pH ലെസ് ദാൻ 7, 7 കുറവാണ് pH, 1 to 7 അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ pH കുറയുന്നതോടുകൂടെ ഇപ്പോൾ നമ്മൾ 7 ആണല്ലോ ന്യൂട്രൽ, അപ്പോൾ 6 ആവുമ്പോൾ അസിഡിക്, 5 ആകുമ്പോൾ 6 അസിഡിറ്റി കൂടുതലാണ്. ഈ 0ൻ്റെയും 1ൻ്റെയും ഒക്കെ ഇടയിലുള്ളത് ഭയങ്കര അസിഡിക് ആയിരിക്കും. അങ്ങനെ pH കുറയുന്നതിനനുസരിച്ച് അസിഡിറ്റി കൂടിക്കൂടി വരും. ഓക്കെ, ദെൻ pH 7, pH ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ബേസിക് ആണ്, ആൽക്കലൈൻ സൊല്യൂഷൻസ്. മോർ ബേസിക് ആസ് pH ഇൻക്രീസസ്. എന്നാൽ ബേസിൻ്റെ കാര്യത്തിൽ pH ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടെ എന്ത് സംഭവിക്കും, ബേസിസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 14നോട് അടുക്കുന്തോറും എന്താണ്, ബേസിസിറ്റി കൂടും. ഓക്കെ, ബേസിക് നേച്ചർ കൂടും. മറ്റത് അസിഡിറ്റി ആണെങ്കിൽ 7 താഴുന്നതോടുകൂടെ pH കുറയുമ്പോഴാണ് അസിഡിറ്റി കൂടുക. ബേസിസിറ്റീൻ്റെ കാര്യത്തിൽ നമ്മൾ വരുമ്പോൾ pH ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടെയാണ് മോർ ബേസിക് ആവുക. ഓക്കെ, അപ്പോൾ ഈ pH നമുക്ക് മെഷർ ചെയ്യാനുള്ള കുറച്ച് മാർഗം, മെഷർമെൻറ്റ് pH പേപ്പർ ഉണ്ട്, pH സൊല്യൂഷൻ ഉണ്ട്, pH മീറ്റർ ഉണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് എന്തിനാ ഇപ്പോൾ നമ്മൾ വെറുതെ pH കാണുന്നത്? ഈ അഗ്രികൾച്ചർ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ന്യൂട്രലൈസേഷൻ്റെ അവിടെ സോയിൽ pH അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, സ്ലേക്കഡ് ലൈം ആഡ് ചെയ്യും, അല്ലെങ്കിൽ അമോണിയം സൾഫേറ്റ് ആഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ സോയിൽ pHൻ്റെ pH നമ്മൾ നോക്കൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
കാരണം ക്രോപ്പ് വളരണമെങ്കിൽ, വിളകൾ പെർഫെക്റ്റായിട്ട് വളരണമെങ്കിൽ എന്ത് വേണം, അവർക്ക് അവരുടെ ഒരു കണ്ടീഷൻ വേണം. അവർക്ക് ചില ചെടികൾക്ക് അസിഡിറ്റി കൂടുതൽ ഇഷ്ടമാവും, ചിലവർക്ക് കംപ്ലീറ്റ്ലി ന്യൂട്രൽ ആവേണ്ടി വരും, ചിലതിന് ബേസിഡിറ്റി ആവും കൂടുതൽ ഇഷ്ടം, ബേസിക് ആയിട്ടുള്ള സോയിൽസ്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വളങ്ങൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതും ഒക്കെ മാറ്റം വരുത്തണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എന്ത് മനസ്സിലാവണം, അതിൻ്റെ pH മനസ്സിലാവണം. ഇത് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് അറിയണ്ടേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ നോർമലി അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് കെമിക്കൽ പ്രോസസ്സ്, പിന്നെ ഈ വാട്ടർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ pH നോക്കാറുണ്ട്. ഇനി കുറച്ച് സൊല്യൂഷൻസിൻ്റെ pH നമുക്ക് നോക്കാം. ലെമൺ ജ്യൂസ് 2 to 3 ആണ്. 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ അസിഡിക് ആണ്. HCl 1 to 2, അതായത് HCl ഒക്കെ സ്ട്രോങ്ലി അസിഡിക് അല്ലേ. വാട്ടർ 7 ന്യൂട്രൽ. കോമൺ സോൾട്ട് നമ്മുടെ NaCl പോലെ ഉപ്പൊക്കെ പോലെയുള്ള സോൾട്ടുകൾ ന്യൂട്രലാണ്. NaOH 12 to 14 സ്ട്രോങ്ലി ബേസിക് ആണ്. NaOH ഒക്കെ സോപ്പ് സൊല്യൂഷൻസ് ഒക്കെ ബേസിക് ആണ്. 8 to 10 ആണ്. ഓക്കെ, അത് അതിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചൊക്കെ മാറും കേട്ടോ, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ലാസ്റ്റ് ടോപ്പിക് ഈസ് സോൾട്ട്സ്. സോൾട്ട്, ഇപ്പോൾ ആസിഡ് പഠിച്ചു, ബേസ് പഠിച്ചു, ദെൻ സോൾട്ട്സ്. Ionic compounds formed by the reaction of an acid and a base during a neutralization reaction. NaCl is formed from HCl and NaOH. ഈ റിയാക്ഷൻ നമ്മൾ ബേസിൻ്റെ സമയത്ത് കണ്ടതാണ്, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ സമയത്ത് കണ്ടതാണ്. അപ്പോൾ എന്താണ്, അയണിക് കോമ്പൗണ്ടാണ്. സോൾട്ട് എന്ന് പറയുന്നത് നോർമലി അയണിക് കോമ്പൗണ്ട്സ് ആണ്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രോഡക്റ്റാണ് സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഫോം ചെയ്യും? ആൽക്കലി മീൻസ് ബേസ്. ഈ ബേസിൻ്റെ പോസിറ്റീവ് അയോണും ആസിഡിൻ്റെ നെഗറ്റീവ് അയോണും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നോർമലി സോൾട്ട് ഫോം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ MgOH2ൽ Mg ആണല്ലോ പോസിറ്റീവ് അയോൺ, H2SO4ൽ H പ്ലസും SO4 മൈനസ് ഇതാണല്ലോ നെഗറ്റീവ് അയോൺ. ഇവർ രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് MgSO4 ഉണ്ടാവും. ആ MgSO4 is a salt. Okay, magnesium sulfate. Similarly, NaOHൽ Na plus OH minus ഇതാണ് പോസിറ്റീവ് പോർഷൻ. HNO3 H plus NO3 minus ഇതാണ് നെഗറ്റീവ് അയോൺ. സോ ഈ പോസിറ്റീവും ഈ നെഗറ്റീവും കൂടി ചേർന്ന് NaNO3യും H2O ഉണ്ടായി. സോഡിയം നൈട്രേറ്റ്. എന്തായാലും ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ ഒരാളെന്താണ്, വാട്ടറാണ്. പിന്നെ എന്താ വരുന്നത്, പിന്നെ വരുന്നത് സോൾട്ടാണ്. അപ്പോൾ ആ സോൾട്ട് എന്താണ്, ബേസിൻ്റെ പോസിറ്റീവ് അയോണും ആസിഡിൻ്റെ നെഗറ്റീവ് അയോണും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നതാണ് സോൾട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള ടോപ്പിക് ഐഡൻറ്റിഫൈയിങ് സോൾട്ടാണ്. ചില സോൾട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ റിയാക്ഷനൊക്കെ നോക്കിയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് ക്ലോറൈഡ്. Cl മൈനസ്. ഓക്കെ, ക്ലോറിൻ Cl, ക്ലോറൈഡ് Cl മൈനസ്. ഓക്കെ, സോ ഈ ക്ലോറൈഡുകളുടെ ഒരു പ്രത്യേകത, അവർ സിൽവർ നൈട്രേറ്റ് AgNO3 ആണ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആയിട്ട് റിയാക്ട് ചെയ്ത് ഒരു സിൽവർ ക്ലോറൈഡിൻ്റെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ NaCl, KCl, NH4Cl മീൻസ് അമോണിയം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, HCl ഇത്തരം ക്ലോറൈഡുകളൊക്കെ എന്താണ് സിൽവർ നൈട്രേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് സിൽവർ ക്ലോറൈഡ് തരും. ഓക്കെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റാണ്, നമുക്ക് കാണാൻ പറ്റും ടെസ്റ്റ് ട്യൂബിൽ. അതേപോലെ സൾഫേറ്റ് SO4 മൈനസ് ആണ് സൾഫേറ്റ്. സൾഫേറ്റും ബേരിയം ക്ലോറൈഡും റിയാക്ട് ചെയ്ത സമയത്ത് ബേരിയം സൾഫേറ്റ് ഉണ്ടാകും. ഓക്കെ, ഈ ബേരിയം സൾഫേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ HCl-ആയിട്ട് റിയാക്ട് ചെയ്യില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ബേരിയം സൾഫേറ്റ് ആണ് നമ്മുടെ പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഡൈലൂട്ട് HCl ആഡ് ചെയ്ത് കൊടുത്താൽ പ്രത്യേകിച്ചൊന്നും മാറ്റം വരില്ല. അല്ലാത്തതൊക്കെ HCl-ൽ ഡിസോൾവ് ആവും. ഓക്കെ, സോ അമോണിയം സൾഫേറ്റ് ഒരു സോൾട്ടാണ്. ആ സോൾട്ട് ബേരിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ബേരിയം സൾഫേറ്റ് തരാറുണ്ട്. ദെൻ നൈട്രേറ്റ് NO3 മൈനസ് നൈട്രേറ്റ്. ഇത് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൗൺ റിംഗ് ടെസ്റ്റ് എന്നൊക്കെ പറയാം ഈ ടെസ്റ്റിന്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. അത് ഈ ഫ്രഷ്ലി പ്രിപ്പയർ തന്നെയാണ്. ഫെറസ് സൾഫേറ്റ് ഉണ്ടാകും, അതിലേക്ക് കുറച്ച് വാട്ടർ വയ്ക്കുന്നു, നമ്മൾ അതിനൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടും. ആ സൊല്യൂഷനിലോട്ട്
കോൺസെൻട്രേറ്റഡ് H2SO4 മെല്ലെ മെല്ലെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ 2 സൊല്യൂഷനും കൂടെ കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പൊസിഷനിൽ നമുക്ക് എന്താ കിട്ടും, ഒരു ബ്രൗൺ റിങ് കിട്ടും. ഓക്കെ, ഈ 2 ലിക്വിഡിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് എടുക്കുന്നു, പിന്നെ കോൺസെൻട്രേറ്റഡ് H2SO4 ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ഡ്രോപ്പായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ആ സമയത്ത് നമുക്ക് ഒരു ബ്രൗൺ റിങ് നമുക്ക് വിസിബിൾ ആകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രൗൺ റിങ് ഉണ്ടായാൽ വിച്ച് മീൻസ് അവിടെ നൈട്രേറ്റ് ആണ് അവിടുത്തെ സോൾട്ട് എന്നുള്ളതാണ്. ദെൻ കാർബണേറ്റ്സ് ഡൈലൂട്ട് HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുക. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എവിടെ പഠിച്ചു? ആസിഡിൻ്റെ റിയാക്ഷനിൽ പഠിച്ചു. വിച്ച് ടേൺസ് ക്ലിയർ ലൈം വാട്ടർ മിൽക്കി. ഓക്കെ, കാർബൺ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ബബിൾസ് ഉണ്ടാവുക. കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് നമുക്ക് ഈ കാർബണേറ്റാണ് നമ്മുടെ സോൾട്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് HCl ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ബബിൾ പോകുന്നത് കാണാം ടെസ്റ്റ് ട്യൂബിൽ. അപ്പോൾ തന്നെ പിന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണെന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനെ ലൈം വാട്ടർ കൂടെ പാസ് ചെയ്യിപ്പിച്ചാൽ ആ ലൈം വാട്ടർ എന്താവും, മിൽക്കി അല്ലെങ്കിൽ ക്ലൗഡി ഒക്കെ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആസിഡ് ബേസ് സോൾട്ട് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ.